നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ, മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള നിലക്കടലയെ കുറിച്ചാണ്. കപ്പലണ്ടി, പീനട്ട്, ഗ്രൗണ്ട് നട്ട് എന്ന പേരുകളിൽ വിളിക്കുന്ന നിലക്കടലയുടെ പോഷക ഗുണങ്ങൾ എന്തെല്ലാമാണ്? ശരിയായ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, പതിവായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, അമിതമായി കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം, ഇതിനെല്ലാം കുറിച്ചുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കാം. നിലക്കടലയിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. നിലക്കടലയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഫൈബേഴ്സ്, അതുപോലെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ B3, നിയാസിൻ എന്ന് വിളിക്കുന്ന വൈറ്റമിൻ B3, ഫോളേറ്റ്, പല മിനറൽസുകളും, അതായത് സിങ്ക്, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം നിലക്കടലയിൽ ഏകദേശം 30 ഗ്രാം പ്രോട്ടീൻ വരെ അടങ്ങിയിട്ടുണ്ട്. ഇനി പതിവായി നമ്മൾ നിലക്കടല ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. നിലക്കടലയിൽ ധാരാളം ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അവ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദ്രോഗങ്ങൾ തടയാനും രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. പലർക്കുമുള്ളൊരു സംശയമാണ്, നിലക്കടല കൂടുതലായിട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത്. അതിനൊരു സംശയത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിലക്കടല ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല. പക്ഷെ ഒരു അമിതമായിട്ട് ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ കൂടാം. പക്ഷെ മിതമായ അളവിൽ ഉപയോഗിച്ചാൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നിലക്കടല വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് പ്രോട്ടീന്റെ മികച്ച ഒരു ഉറവിടമാണ് നിലക്കടല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ കോശങ്ങളുടെ കേടുപാടുകൾക്കും പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കായിക താരങ്ങൾക്ക്, ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഒരു മികച്ച ഭക്ഷണമാണ് നിലക്കടല. മൂന്നാമതായിട്ട് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ ധാരാളമായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം തടയാനും അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും കുടലിൽ നല്ല ബാക്ടീരിയകൾ വളരാനുമൊക്കെ ഇത് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കാൻ നിലക്കടലയ്ക്ക് സാധിക്കും. അപ്പോൾ അധികം വയറ് നിറഞ്ഞതായിട്ട് തോന്നും, അമിതമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു ഭക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണം എന്നത് നമ്മുടെ ശരീരശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിലക്കടലയിൽ ധാരാളമായിട്ട് കലോറിയും കൊഴുപ്പും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഊർജം ലഭിക്കുകയും അങ്ങനെ ശരീരശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. നിലക്കടലയിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ B3, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഇവ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഓർമ്മശക്തിയും ഏകാഗ്രതയും പഠനശേഷിയും നമുക്ക് ലഭിക്കുന്നു. അതുപോലെ അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇവയാണ് അസ്ഥികളെ ശക്തമാക്കുന്നത്. മറ്റൊരു പ്രധാന ഗുണം എന്നുള്ളത് പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാര ഉയരുന്നത് തടയാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകുന്നു, വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു, അതുപോലെ നമ്മുടെ കോശങ്ങൾ സംരക്ഷിക്കുന്നു. വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകുന്നതും നിലക്കടല വളരെ നല്ലതാണ്. ഇനി ഗർഭിണികൾക്കും ഗുണം നൽകുന്ന ഒന്നാണ് നിലക്കടല. കാരണം ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. പക്ഷെ അലർജി ഇല്ലാതെ അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം.
അല്ലെങ്കിൽ അവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് നിലക്കടല. ഇനി ശരീരഭാരം ആരോഗ്യകരമായിട്ട് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കാര്യമാണ് നിലക്കടല. ഇത് കലോറി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യകരമായിട്ട് ശരീരഭാരം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കടല എപ്പോൾ കഴിക്കണം എന്ന് നോക്കാം. രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാം. വ്യായാമത്തിന് മുമ്പും ശേഷവും കഴിക്കാം. കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നിലക്കടല കഴിക്കാനായിട്ട് കൊടുക്കാം. ഇനി എത്ര അളവിൽ കൊടുക്കണം എന്ന് വെച്ചാൽ സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് 15 മുതൽ 30 ഗ്രാം വരെ നിലക്കടല കഴിക്കാം. അതായത് ഏകദേശം ഒരു പിടി ആണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 10 മുതൽ 15 ഗ്രാം വരെ നിലക്കടല കൊടുക്കാൻ പറ്റും. ഇനി ഇത് എങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണം എന്ന് നോക്കാം. അപ്പോൾ ഇത് പല രീതിയിലും കഴിക്കാം. ഒന്ന്, വെള്ളത്തിൽ കുതിർത്തി കഴിക്കാം. അതായത് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കാം. ഇത് ദഹനത്തിന് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ചെറുതായിട്ട് വറുത്തിട്ട് കഴിക്കാം. എണ്ണ ചേർക്കാതെ വറുക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം. അതുപോലെ വേവിച്ച് കഴിക്കാം. നിലക്കടല വേവിച്ച് കഴിക്കുന്നത് ദഹിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ചമ്മന്തിയിലും പച്ചക്കറികളിലുമൊക്കെ സലാഡിലൊക്കെ ചേർത്ത് കഴിക്കാം. പീനട്ട് ബട്ടർ നല്ലതാണ്, പക്ഷെ പഞ്ചസാരയും ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സ് ഒക്കെ ഇല്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത് എന്ന് വെച്ചാൽ ഗുരുതരമായിട്ട് അലർജി പ്രശ്നങ്ങൾ ഉള്ളവർ നിർബന്ധമായിട്ടും കഴിക്കരുത്. അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചൊറിച്ചിലാകാം, ശ്വാസതടസ്സമാകാം, വയറിളക്കോ വയറുവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കരുത്. രണ്ടാമതായിട്ട് അമിതവണ്ണമുള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതല്ല. കാരണം കൂടുതൽ കാലറീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല. പിന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല. കാരണം കൂടുതൽ വയറിന് അസ്വസ്ഥതയും ഡിസ്കംഫർട്ടൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വൃക്ക രോഗികൾ, അതായത് കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം, ആ അളവിൽ മാത്രം കഴിക്കുക. കാരണം ഇതിൽ ധാരാളമായിട്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വൃക്ക രോഗികൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കുക. ഇനി അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശരീരഭാരം കൂടും. ഇതിൽ ധാരാളം കലോറി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അമിതമായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം കൂടുകയും അമിതവണ്ണത്തിൽ എത്തിച്ചേരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് മുഖക്കുരു ഉണ്ടാകാം. അമിതമായിട്ട് കഴിച്ചാൽ ചിലരിൽ മുഖക്കുരു എന്ന പ്രശ്നമുണ്ടാകും. ദഹന പ്രശ്നമായിട്ട് വരും. ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ വരും. വയറുവേദന, വയറിളക്കം പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകും. അതുപോലെ നമ്മൾ നോക്കി വാങ്ങണം. അതായത് എന്താ പറയുക, പൂപ്പൽ ബാധിച്ചതോ പഴകിയതോ ഒന്നും എടുക്കരുത്. കാരണം അഫ്ലോടോക്സിൻ എന്നൊരു വിഷവസ്തു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് മേടിക്കാനായിട്ട്. ഇപ്പോൾ വിലയിൽ വളരെ കുറഞ്ഞതും, കാരണം മറ്റ് ബദാം അതുപോലെ വാൾനട്ട് ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിലയിൽ വളരെ കുറഞ്ഞത് ആണെങ്കിലും ധാരാളം പോഷക സമ്പത്ത് ഉള്ള ഒരു ഭക്ഷണമാണ് നിലക്കടല. മിതമായ അളവിൽ ശരിയായ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും, ഒത്തിരി പോഷകങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷെ കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഗുണം എന്നുള്ള രീതിയല്ല, കൂടുതൽ കഴിച്ചാൽ അപകടമാണ് ഉണ്ടാവുകയുള്ളൂ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മിതമായ അളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം ആരോഗ്യ സമ്പത്ത് കിട്ടാനായിട്ട് നിലക്കടല പതിവായിട്ട് ഒരു പിടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.